LDF ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തോടെ അവർ പറയുന്നത് ഭരണ തുടർച്ചയുണ്ട് എന്നുള്ളതാണ്. ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അവരുടെ ക്യാമ്പയിൻ മെറ്റീരിയൽ തന്നെ LDF അല്ലാതെ മറ്റാര് എന്നുള്ള ഒരുപക്ഷെ വല്ലാത്ത കോൺഫിഡൻസിലാണ്. അതൊരു അഭിനയം മാത്രമാണ്. നമ്മളെ ആരോഗ്യമന്ത്രിയുടെ അഭിനയം പോലെ അതൊരു അഭിനയം മാത്രമാണ്. അവർക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ തോക്കാൻ പോവാം? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താ പറഞ്ഞേ? വലിയ കോൺഫിഡൻസ് ആയിരുന്നല്ലോ റിസൾട്ട് വരുന്നിടം വരെ. ഇങ്ങനെ ഒരു റിസൾട്ട് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അതിന്റെ തനി ആവർത്തനം അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ട് ആയിരിക്കും. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതേ രാഷ്ട്രീയ സാഹചര്യം നിൽക്കുക, അതിനേക്കാൾ ക്രൂഷ്യലാണ്, അതിനേക്കാൾ സീരിയസ് ആണ്. ഇപ്പൊ ശബരിമല ഇഷ്യൂ മനസ്സിലാകാത്ത ആരുമില്ല. സ്വർണം കട്ടത് ആരപ്പ, സഹാക്കളാണ് അയ്യപ്പ. അല്ല, അതിന് തിരിച്ച് ഇത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നും പിന്നെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ക്യാമ്പയിൻ നറേറ്റീവ് അവർ ഉണ്ടാക്കുന്നുണ്ട്. അതെന്താന്ന് ജനങ്ങൾക്കറിയാൻ മേലെ അത് വെറും പൊളിയാണ്. അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇനി കോൺഗ്രസിന്റെ ആർക്കെങ്കിലും ഇപ്പൊ 2-3 ഇൻവെസ്റ്റിഗേഷനൊക്കെ നടന്നല്ലോ. കൊടിമരത്തിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്ന റിപ്പോർട്ട് തന്നെ തള്ളിയില്ലേ? ഇൻവെസ്റ്റിഗേഷനിങ് ഏജൻസി തള്ളിയില്ലേ? അടൂർ പ്രകാശിന് സ്റ്റേറ്റ്മെന്റ് എടുത്തില്ലേ? എന്തെങ്കിലും ഒരു തരിയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് ഇതിൽ ഒരു തരിയുണ്ടെങ്കിൽ അത് അവരെ വെറുതെ വിടുവോ? ആ ശ്രമങ്ങളെല്ലാം പാളി. പിന്നെ മാർസ്പറുടെ തൊലിക്കെട്ടിയാണ്, മുഖ്യമന്ത്രിയുടെ തൊലിക്കെട്ടിയാണ്, ഗോവിന്ദ മാഷ തൊലിക്കെട്ടിയാണ്. ഇതിൽ സോണിയാഗാന്ധിയെ കണ്ടതാണ് വലിയ തെറ്റ്. പോറ്റിയെ കയറ്റിയതല്ല, സ്വർണം മോഷ്ടിച്ചതല്ല, മോഷ്ടാക്കളെ സംരക്ഷിച്ചതല്ല, സോണിയാഗാന്ധിയെ കണ്ടതാണ് വലിയ തെറ്റെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത്രമാത്രം വിവരമില്ലാത്തവരല്ലല്ലോ. കേരളത്തിലെ പബ്ലിക്ക് നന്നായിട്ട് അനലൈസ് ചെയ്യാൻ അറിയുന്നവരല്ലേ. ദേ വിൽ അനലൈസ് ആൻഡ് ഡിസൈഡ്, ദേ വിൽ ഹാവ് എ ഡിസിഷൻ, ദേ വിൽ ഹാവ് എ ജഡ്ജ്മെന്റ്. അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആർക്കും പബ്ലിക്കിനെ, പൊതുജനങ്ങളെ, അവരുടെ നന്മയെ, അവരുടെ നിരീക്ഷണ ബോധത്തെ, അവരുടെ പഠന ചാതുര്യത്തെ ആർക്കും കബളിപ്പിക്കാൻ, വില കുറച്ച് കാണാനും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. ദാറ്റ് ഇസ് ഇറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.